ലഷ്കർ-ഇ തയ്യബയുടെ നിഴൽ രൂപമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വമേറ്റെടുത്ത TRF. 2023 ദ റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു. രാജ്യം ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയ സജ്ജാദ് ഗുൽ ആണ് ഈ ഭീകര സംഘടനയുടെ തലവൻ. प्लीज ask for help. मेरे पति को बचा लो. हम बचा देंगे, ठीक है, हम बचा देंगे. വിനോദസഞ്ചാരികളാണെന്ന് പറഞ്ഞു വരുന്നവർ ഈ ഭൂമി സ്വന്തമാണെന്ന് കരുതും. അവർക്ക് നേരെയാണ് ഈ ആക്രമണം എന്നാണ് ഭീകരതയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ പ്രതികരണം. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി ഒഴിവാക്കിയതിന് പിന്നാലെ 2019 ഭീകര സംഘടനകളായ ലഷ്കർ-ഇ തയ്യബയിൽ നിന്നും ഹിസ്ബുൾ മുജാഹിദീനിൽ നിന്നും ആളെ ചേർത്ത് TRF രൂപീകരിച്ചത്. ലഷ്കർ-ഇ തയ്യബയുടെ നിഴൽ സംഘടനയാണെന്ന് കണ്ടെത്തി 2023 TRFനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ശ്രീനഗർ സ്വദേശിയായ സജ്ജാദ് ഗുല്ലാണ് TRF തലവൻ. ഇയാളെ ഇന്ത്യ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TRF ഓൺലൈൻ വഴി യുവാക്കളെ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഭീകരവാദ സംഘടനകളിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക, ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആയുധങ്ങളും ലഹരി വസ്തുക്കളും കടത്തുക, ഇതിലൊക്കെ TRFന്റെ സാന്നിധ്യമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇക്കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ ഗന്ദർബാലിൽ ഡോക്ടറെയും 6 തൊഴിലാളികളെയും കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക് 24.